കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് ഉള്ളാളിൽ തുടക്കമായി. കർണാടക സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരും കേരള യാത്രാ സമിതി ചെയർമാൻ കുംബോൽ KS ആറ്റക്കോയ തങ്ങളും ചേർന്ന് കാന്തപുരത്തിന് പതാക കൈമാറി. ആദ്യ സ്വീകരണം ചെർക്കളയിൽ അല്പസമയത്തിനകം നടക്കും. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, കേരള യാത്രയ്ക്ക് എല്ലായിടത്തും വലിയ സ്വീകരണമാണോ ലഭിക്കുന്നത്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര ഉള്ളാളിൽ നിന്നാണ് ആരംഭിച്ചത്. ഉള്ളാളിൽ കർണാടക സ്പീക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവിടെ വെച്ചാണ് എ പി അബൂബക്കർ മുസ്ലിയാർ പതാക ഏറ്റുവാങ്ങി പ്രയാണം ആരംഭിച്ചത്. അല്പസമയം മുൻപ് തലപ്പാടിയിൽ കേരളത്തിലെ നേതാക്കൾ എ പി അബൂബക്കർ മുസ്ലിയാരെ സ്വീകരിച്ച് ആദ്യ സ്വീകരണം കാസർഗോഡ് ചെർക്കളയിലാണ്. ചെർക്കളയിൽ അല്പസമയത്തിനുള്ളിൽ എ പി അബൂബക്കർ മുസ്ലിയാർ എത്തിച്ചേരും. ഇവിടെ പൊതുസമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിലാണ് ഇവിടെ എ പി അബൂബക്കർ മുസ്ലിയാർ എത്തിച്ചേരുക. ആദ്യ സ്വീകരണമാണ് ചെർക്കളയിൽ ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ഒരു സ്വീകരണം. അതിനുശേഷം യാത്ര തുടരും. നാളെയാണ് പയ്യന്നൂരിൽ യാത്ര നടക്കുന്നത്. UT ഖാദർ കർണാടക സ്പീക്കറാണ് ഉള്ളാൾ ദർഗയോട് ചേർന്ന സ്ഥലത്താണ് അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ വേദി ഒരുക്കിയത്. നിരവധി നേതാക്കളും പ്രവർത്തകരും ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരുന്നു. അവിടെ വെച്ചാണ് ഈ പതാക ഏറ്റുവാങ്ങിയത്. പതാക ഏറ്റുവാങ്ങിയതിനു ശേഷം ആദ്യ സ്വീകരണ കേന്ദ്രമായ ചെർക്കളയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. അല്പസമയത്തിനുള്ളിൽ ചെർക്കളയെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ എ പി അബൂബക്കർ മുസ്ലിയാർ എത്തിച്ചേരും. ഇത് മൂന്നാം തവണയാണ് കേരള യാത്ര എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്നത്. ഇതിനു മുൻപും 2 തവണ 1999-ലും 2012-ലും എ പി അബൂബക്കർ മുസ്ലിയാർ കേരള യാത്ര നടത്തിയിരുന്നു. ഈ യാത്ര മുഴുവൻ ജില്ലകളിലും പര്യടനം നടത്തിയതിനു ശേഷം 16-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും.